ഹായ് ഫ്രണ്ട്സ്, ഞാൻ ഇപ്പം കല്ലമ്പലത്താണ് നിൽക്കുന്നത്. നമുക്ക് കല്ലമ്പലം തൊട്ട് കടമ്പാട്ട് കോണം വരെയുള്ള റോഡ് നിർമ്മാണ കാഴ്ചകൾ എവിടം വരെ നോക്കാം. കല്ലമ്പലത്ത് ഫ്ലൈ ഓവറാണ് വരുന്നത്. 4 പിയറിൽ വരുന്ന അത്യാവശ്യം വലിയൊരു ഫ്ലൈ ഓവറാണ് വരുന്നത്. ആ ഫ്ലൈ ഓവറിൻ്റെ ഭാഗമായിട്ടുള്ള പിയറിൻ്റെ നിർമ്മാണം ഏകദേശം പൂർത്തിയായിട്ടുണ്ട്. 2 പിയറിൻ്റെ പിയർ ഗ്യാപ്പ് ഫിനിഷ് ചെയ്തിട്ടുണ്ട്. ബാക്കി വരുന്ന 2 പിയറിൻ്റെ പിയർ ഗ്യാപ്പ് ബാക്കിയുണ്ട്. ഏറ്റവും ലാസ്റ്റായിട്ട് വർക്ക് സ്റ്റാർട്ട് ചെയ്തൊരു സ്ഥലമാണ് ഈ കല്ലമ്പലം എന്ന് പറയുന്നത്. ഇവിടെ എന്താ ഓവറിൻ്റെ പിയറിൻ്റെ വർക്ക് ഫിനിഷ് ആയിട്ടുണ്ട്. ഇത്രത്തോളം ഫിനിഷ് ആയതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നതല്ല. 2 പിയറിൻ്റെ പിയർ ഗ്യാപ്പ് ഫിനിഷ് ചെയ്തിട്ടുണ്ട്. അതാണ് കല്ലമ്പലത്ത് പറയാനുള്ള നടന്നിട്ടുള്ള ഏറ്റവും വലിയ വർക്ക്. പിന്നെ വലുതായിട്ട് ഈ ഭാഗത്ത് നമുക്ക് വേറെ ഒന്നും കാണാൻ സാധിക്കുന്നില്ല. തിരുവനന്തപുരം ജില്ലയിലെ വർക്ക് ഏറ്റെടുത്ത് നടത്തുന്ന കമ്പനി എന്ന് പറഞ്ഞാൽ RDS കമ്പനിയാണ്. RDS കമ്പനി ഫുള്ള് ഫോക്കസ് ചെയ്യുന്നത് ആറ്റിങ്ങൽ ബൈപ്പാസ് വർക്കാണ്. അത് മുമ്പത്തെ വീഡിയോയിൽ ആറ്റിങ്ങൽ ബൈപ്പാസിനെ കുറിച്ച് വീഡിയോ ചെയ്തിട്ടുണ്ട്. ചാനലിൽ കയറി നോക്കിയാൽ മതി. അപ്പോൾ ബാക്കിയുള്ളിടത്തൊക്കെ വർക്കുകൾ കുറച്ച് ശോകമായിട്ടാണ് കേട്ടോ വർക്കുകൾ പോകുന്നത്. നമ്മളിപ്പം ആവായിക്കുളം തട്ടുപാലം എത്താറായിട്ടുണ്ട് കേട്ടോ. ഇവിടെ ഇങ്ങോട്ട് വരുന്ന സമയത്ത് ഇവിടെ റോഡ് കുറച്ച് ഉയർന്നിട്ടാണ് ഇവിടുന്ന് അങ്ങോട്ട് കല്ലമ്പല ഭാഗത്തേക്ക് പോകുന്നത്. നാവായിക്കുളം തട്ടുപാലത്തിൻ്റെ അവിടെ ഉണ്ടായിരുന്ന പാലം അത് പുതിയ പണിയാണ്. അതുപോലെ തന്നെ അവിടെ ഒരു അണ്ടർപാസിൻ്റെ പണി നടക്കുകയാണ്. അതുകൊണ്ട് തന്നെ വാഹനങ്ങൾ 2 വശത്തെ വാഹനങ്ങൾ ഇതേപോലെ സർവീസ് റോഡ് വഴി തിരിച്ചിട്ടേക്കുകയാണ്. ഇത് ഇങ്ങനെ റോഡ് ശരിയാക്കിയിട്ട് കുറച്ച് നാളായി. ഈ ഭാഗത്ത് നല്ല രസമാണ് കാണാൻ കേട്ടോ. ഫാസ്റ്റ് പാസഞ്ചറൊക്കെ നല്ല ഫാസ്റ്റായിട്ടാണ് പോകുന്നത്. അടിപൊളി വീടുകളും റോഡ് നിരപ്പിന് കേട്ടോ. ഈ റോഡിനേക്കാളും താഴ്ന്ന പ്രദേശമാണ് വസ്തുവെങ്കിൽ ഈ റോഡിലെ വെള്ളമൊക്കെ ഇപ്പോൾ താൽക്കാലികമായിട്ട് അങ്ങോട്ടാണ് വീഴുന്നത്. അതിന് വേറെ സംവിധാനമൊന്നും ഒരുക്കിയിട്ടില്ല. റോഡ് നിരപ്പാണെങ്കിൽ വലിയ കുഴപ്പമില്ല കേട്ടോ. നല്ല രസമുണ്ട് കാണാൻ. ഇപ്പോൾ റോഡിനേക്കാളും താഴ്ന്നിട്ടായത് കൊണ്ട് തന്നെ ഇപ്പോൾ റോഡിനേക്കാളും താഴ്ന്ന പ്രദേശമാണെങ്കിൽ ഇവിടെ കിടക്കുന്ന വെള്ളമെല്ലാം അങ്ങോട്ട് മറിയും. അതിന് വേണ്ട സംവിധാനങ്ങളൊന്നും ഒരുക്കിയിട്ടില്ല. പണി പൂർത്തിയായിരിക്കുമ്പോൾ ഇവിടെ ഇൻ്റർലോക്കൊക്കെ ഇട്ട് കുറച്ച് ഉയർത്തിയിട്ട് വെള്ളം ഈ ഓടയിലേക്ക് ഇടാനുള്ള സംവിധാനം ഒരുക്കും. ഇവിടുത്തെ പണി ഏകദേശം ഇത്രത്തോളം ആയിട്ടേ ഉള്ളൂ. നമ്മളിപ്പം തട്ടുപാലത്ത് എത്തിയിട്ടുണ്ട്. ഈ ഭാഗത്തൊക്കെ പണികളിങ്ങനെ നല്ല ഇഴച്ചിലാണ് കേട്ടോ. നല്ല ഇഴച്ചിലെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല രീതിയിൽ ഇഴഞ്ഞാണ് പോകുന്നത് കേട്ടോ. പിന്നെ കൊല്ലം ജില്ലയുടെയും തിരുവനന്തപുരം ജില്ലയുടെയും ബോർഡറിൻ്റെ കുറച്ച് ഭാഗത്ത് വർക്ക് നല്ല രീതിയിൽ പുരോഗമിച്ചിട്ടുണ്ട്. അവിടുത്തെ ഭാഗത്തെ കാഴ്ചകൾ കാണാം. ഇവിടെ നിന്ന് പ്രത്യേകിച്ച് കാണിക്കാനില്ല. ഇവിടെയൊക്കെ ഒരുപാട് വീഡിയോയിൽ കാണിച്ചതുപോലെ തന്നെയാണ്. ഇവിടെയൊക്കെ മണ്ണിട്ട് ഉയർത്തണം. അതിൻ്റെ പരിപാടി ഇങ്ങനെ പതിയെ നടന്നുകൊണ്ടിരിക്കുകയാണ്. വർക്ക് നല്ല രീതിയിൽ നടക്കുന്ന ഭാഗത്തെ കാഴ്ച നമുക്ക് കാണാം. ഈ ഭാഗത്ത് കുറേ ദൂരം ടാർ ചെയ്തിട്ടുണ്ട് കേട്ടോ. പിന്നെ നല്ല രീതിയിൽ വർക്ക് നടക്കുന്നൊരു പ്രദേശമാണ് ഈ സ്ഥലം എന്ന് പറയുന്നത്. കടമ്പാട്ട് കോണം എത്തുന്നതിന് മുമ്പ് ഇവിടെ സർവീസ് റോഡൊക്കെ ടാർ ചെയ്തിട്ടുണ്ട്. അതുപോലെ മെയിൻ റോഡ് ഒരു ഭാഗത്ത് 3 വരി പാത ഫസ്റ്റ് ലെയറിൽ ടാറിങ് പൂർത്തിയായിട്ട് കാണാൻ സാധിക്കും കേട്ടോ. ഇവിടെ കുറച്ച് ദൂരത്തേക്ക് വർക്കുകൾ അത്യാവശ്യം നല്ല സ്പീഡിന് നടന്നു കഴിഞ്ഞു. അതേപോലെ നടക്കുകയാണ്. ഇവിടെ ഉടനെ ഈ ഭാഗത്തും ടാറിങ് നടക്കുന്നുണ്ടോ. ഇപ്പം കടമ്പാട്ട് കോണം കല്ലമ്പലം ഈ ഏരിയയിൽ
കാഴ്ചകൾ ഇങ്ങനെയാണ്. വളരെ ചെറിയ സ്ഥലത്ത് കുറച്ച് വർക്ക് നല്ല രീതിയിൽ പുരോഗമിച്ചിട്ടൊന്നല്ലാതെ നല്ലൊരു ശതമാനം വർക്കുകൾ ഇങ്ങനെ ഇഴഞ്ഞു കിടക്കുകയാണ്. നമ്മളിപ്പോൾ കടമ്പാട്ടുകോണം എത്തിയിട്ടുണ്ട്. തിരുവനന്തപുരം ജില്ലയുടെയും കൊല്ലം ജില്ലയുടെയും ബോർഡറാണ് കടമ്പാട്ടുകോണം. നമ്മളിപ്പോൾ ഉടനെ കൊല്ലം ജില്ലയിലേക്ക് എൻ്റർ ചെയ്യും. കൊല്ലം ജില്ലയിൽ ഏറ്റവും വേഗത്തിൽ പണി പുരോഗമിക്കുന്ന ഒരു സ്ഥലമാണ് ഈ കടമ്പാട്ടുകോണം. അപ്പോൾ നമ്മൾ കൊല്ലം ജില്ലയിലേക്ക് എൻ്റർ ചെയ്യുമ്പം തന്നെ വലിയ മാറ്റം നമുക്ക് കാണാൻ സാധിക്കും. പൊടി പറത്തിയിട്ടാണ് കൊല്ലത്തേക്ക് നമ്മൾ കയറാൻ പോകുന്നത്. കയറി കഴിഞ്ഞാൽ പിന്നെ അടിപൊളി റോഡ് നിർമ്മാണം പൂർത്തിയായ ഭാഗങ്ങളൊക്കെ കാണും. പൂർത്തിയായില്ല, നല്ല രീതിയിൽ പുരോഗമിച്ചിരിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. കണ്ടാ, ഓ അമ്പടി ചിഞ്ചാക്കടി പാറൊരു പാതയിൽ കൂടിയാണ് നമ്മൾ പോകുന്നത്. ഞാൻ റൈറ്റ് പിടിച്ച് വരുന്നത് ഈ റോഡിൻ്റെ വീഡിയോസ് കാണിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അമ്പടി ചിഞ്ചാക്കടി അടിപൊളിയായിട്ട് റോഡ് നിർമ്മാണം പുരോഗമിച്ച് നടക്കുന്ന കാഴ്ചയാണ് നമ്മൾ കൊല്ലം ജില്ലയിലേക്ക് കയറുമ്പോൾ കാണാൻ സാധിക്കുന്നത്. ഇവിടുന്ന് സർവീസ് റോഡ് വഴിയാണ് കേട്ടോ. വാഹനങ്ങൾ കടത്തി ഇവിടുന്ന് നമുക്ക് സർവീസ് റോഡ് വഴി പോവാം. അപ്പോൾ അടിപൊളി കാഴ്ചയായിരിക്കും. സർവീസ് റോഡിലേക്കുള്ള എൻട്രി ഇങ്ങനെ ആയിരിക്കും. അതായത് സർവീസ് റോഡ് രണ്ടായിട്ട് വീതി കുറച്ച് ആയിരിക്കും എൻട്രി പോകുന്നത്. സൂപ്പർ അല്ലേ? ഫ്രണ്ട്സ്, അങ്ങനെ നമ്മുടെ വീഡിയോ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ്. നമ്മൾ നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും വരാം. അതുവരെ ബായ്. മുക്കടയിൽ ഒരു അണ്ടർപാസ് വരുന്നുണ്ട്. ഇപ്പോൾ വർക്കിലേക്ക് പോകുന്നവർ അതുവഴി സർവീസ് റോഡ് വഴി കറങ്ങി തിരിഞ്ഞ് ഇതുവഴി പോകണം. ചെറിയൊരു വീഡിയോ അല്ലേ, നമുക്ക് പാരിപ്പള്ളി വരെ പോകാം. തൊട്ടപ്പുറത്തല്ലേ പാരിപ്പള്ളി, അതും കൂടെ കാഴ്ചകൾ കാണിച്ച് നമുക്ക് വീഡിയോ അവസാനിക്കും. ഇവിടെ മുക്കടയിൽ വരുന്ന അണ്ടർപാസ്സാണ്. ബസ് ക്രോസിങ് കൊള്ളാനെ കൊണ്ട് തന്നെ കുറച്ച് വീതിയുണ്ട്. ഇവിടെ അണ്ടർപാസ് വരുന്നതിനെ കൊണ്ട് തന്നെ റോഡ് ഇങ്ങനെ മണ്ണിട്ട് ഉയർത്തിക്കൊണ്ടിരിക്കുകയാണ്. അത് ഇവിടെയൊക്കെ നമുക്ക് ഒരുപാട് ഗഡറുകൾ കാണാൻ സാധിക്കും. ഇതൊക്കെ പാരിപ്പള്ളിയിൽ വരുന്ന മേൽപ്പാലത്തിനോടനുബന്ധിച്ച് വരുന്ന ഗഡറുകളാണ്. ഒരുപാട് ഗഡറുകൾ ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. നമുക്ക് പാരിപ്പള്ളിയിൽ വരുന്ന മേൽപ്പാലത്തിൻ്റെ നിർമ്മാണം ഞാൻ ഇതിനു മുമ്പ് 1-2 ആഴ്ച മുമ്പ് കാണിച്ചായിരുന്നു. ഇന്നും കൂടെ പോയി കാണാം നമുക്ക്. അപ്പോൾ നമ്മൾ പാരിപ്പള്ളി എത്തിയിട്ടാണ്. പാരിപ്പള്ളിയിൽ വരുന്ന മേൽപ്പാലത്തിൻ്റെ പിയറിൻ്റെ വർക്ക് നിർമ്മാണം ഈ രീതിയിൽ പൂർത്തിയായിട്ടുണ്ട്. പിയർ ഗ്യാപ്പിൻ്റെ നിർമ്മാണം പൂർത്തിയായിട്ടുണ്ട്. 4 പിയറിലാണ് കേട്ടോ ഇവിടെ വരുന്ന. പിയർ ഗ്യാപ്പും ഫിനിഷ് ചെയ്തിട്ടുണ്ട്. ഫ്രണ്ട്സ്, ഇതാണ് ഇവിടുത്തെ കാഴ്ച. അപ്പോൾ നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം.